പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് അന്ന ജോവാക്കിം, അന്ന നാമധാരികൾ, ആനി, അന്നാസ് ഇങ്ങനെയുള്ളവരുടെയൊക്കെ പേരുള്ളവരുടെ, അതുപോലെ ജോവാക്കിം അവരുടെ നാമഹേതുക തിരുനാളാണ്. മാതാവിൻ്റെ അപ്പനും അമ്മയും അല്ലേ, നമുക്കറിയാലോ അല്ലേ. ആ നാമധാരികളായ എല്ലാവർക്കും ഈ വിശുദ്ധരുടെ പ്രത്യേക സ്നേഹവും സംരക്ഷണമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഹല്ലേലൂയ. നാളെ സാബത്ത് ദിവസമാണ്. നാളെ ഏറ്റവും നന്നായിട്ട് സാധിക്കുന്നിടത്തോളം മോർണിംഗ് ആദ്യത്തെ പരിശുദ്ധ കുർബാനയിൽ, അതായത് ദിവസം ആരംഭിക്കുന്ന ബലിയർപ്പിച്ച് ദിവസം ആരംഭിക്കാനായിട്ട് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഈവനിങ് കുർബാനകൾക്കൊക്കെ ആൾക്കാർ ജനം പോകുന്നൊരു കൾച്ചർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് ഞായറാഴ്ച പ്രഭാതത്തിൽ ബലിയർപ്പിച്ച് ഈശോയെ സ്വീകരിക്കുന്നതാണ്. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ഏതെങ്കിലും തിരുനാളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ശുശ്രൂഷകളൊക്കെ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നോർമൽ രീതിയിൽ നമ്മൾ പ്രഭാതത്തിൽ ബലിയർപ്പിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ച് സാബത്തിൽ പ്രാർത്ഥിക്കുന്നതാണ് ആരോഗ്യപരം. ഹല്ലേലൂയ. ഇന്ന് നാം ധ്യാനിക്കുന്നത് നിയമാവർത്തന പുസ്തകം 23:14 വചനം വെളിപ്പെടുത്തുകയാണ്. നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അതായത് നിനക്ക് സംരക്ഷണം നൽകാനായിട്ട് നിന്റെ കൂടെ കർത്താവ് ഉണ്ട്. എന്നിട്ട് പറയാണ്, ഒരു കാര്യം നോട്ട് ചെയ്യാൻ പറയാണ്, ശുചിത്വമില്ലാത്ത എന്തെങ്കിലും, ശുദ്ധമല്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടെ നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിനായി പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം. അതായത് വിശുദ്ധമല്ലാത്ത, നിന്റെ ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. അതായത് എൻ്റെ ജീവിതത്തിലെ എൻ്റെ യേശുവിനെ, അതിൻ്റെ ഈ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, ഈ കാലഘട്ടത്തിലെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്, എൻ്റെ യേശുവിനെ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതിന് തടസ്സമായിട്ടുള്ള ഏതെങ്കിലും പാപ കാരണങ്ങൾ അത് എൻ്റെ ജീവിതത്തിലുണ്ടാകാം, എൻ്റെ കുടുംബത്തിലുണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പാളയം ശുദ്ധീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് കൂടെയുള്ള കുമ്പസാരത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിള് പറയുന്നത്. നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാർ, നമ്മുടെ ഫ്രാൻസിസ് പാപ്പ, ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പ തന്നെ എന്താ പറയുന്നത്? ഫ്രീക്വന്റ് കൺഫെഷൻ ഈസ് റിക്വയർഡ് ടു അച്ചീവ് ഹോളിനെസ്. വിശുദ്ധി പ്രാപിക്കാൻ കൂടെയുള്ള കുമ്പസാരം അത്യന്താപേക്ഷിതമാണ്. കാരണം വിശുദ്ധിയിൽ നമ്മൾ നിന്നില്ലെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധിയിലേക്ക് നമ്മൾ വളർന്നില്ലെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റാത്ത വലിയൊരു തടസ്സം അവിടെ വരികയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ ശരിക്കും വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് നിരന്തരം നമ്മൾ പ്രയത്നിക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒരു പ്രയർ റിക്വസ്റ്റ് കൂടി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നാളെ വൈകിട്ട് താഴേക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ചിൽ സായാഹ്ന ശുശ്രൂഷകളാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണം എന്ന് കൂടി നിങ്ങളോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു. സഹോദരങ്ങളെ, സുഖമാണെന്ന് വിചാരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥ എന്നല്ല. നിങ്ങൾ അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛന് സുഖമാണോ, അച്ഛന് സന്തോഷമാണോ? സുഖമാണ്, സന്തോഷമാണ്. അതിൻ്റെ അർത്ഥം പ്രശ്നങ്ങളില്ല എന്നാണോ? നോ 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 നോ. എടുക്കാനും പുതയ്ക്കാനും ആവശ്യത്തിലധികം എനിക്കുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ കാര്യത്തിൽ ഇച്ചിരി കുറവുണ്ടെങ്കിൽ, ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അച്ഛനോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം എൻ്റെ തരാവുന്നതാണ്. നമുക്കൊക്കെ ഉണ്ട് പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ സുഖമാണെന്ന് ചോദിക്കുമ്പോൾ പ്രശ്നമില്ല എന്നല്ല അർത്ഥം. സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു വ്യക്തി യേശുവിൻ്റെ കൂടെയാണോ, അവന് സുഖമാണ്, അവന് സന്തോഷമാണ്, അവന് ആനന്ദമാണ്. ഹല്ലേലൂയ. എനിക്കാനന്ദമുണ്ട്, സന്തോഷമുണ്ട്, മനുഷ്യൻ്റെ വാക്കിനാലല്ല, ജീവനുള്ള വചനത്താലേ. ഇനി നിരാശനല്ല, ക്ഷീണിതനല്ല, സന്തോഷത്താൽ പൂർണ്ണനായിടും, സന്തോഷത്താൽ പൂർണ്ണനായിടും. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.